വാങ്ങിച്ചിട്ടുണ്ട്. 23 മുതൽ നമ്മളോട് ബുക്കിക്ക് വന്നതാണ്. ശിവനോട് നമ്മളോ ഞാനാ വാങ്ങിച്ചത്. അന്ന് ശിവനോട് വാങ്ങിച്ചത് 2 മാസം കുറവത്തിന്റെ കാശ് കൊടുത്താണ് ശിവനോട് വാങ്ങിച്ചത്. ചുമ്മാതെ കിട്ടിയൊന്നുമല്ല. സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് എന്തെല്ലാം പറയുന്നത് ഊമ്പിച്ചെടുത്തു പോലും ഊമ്പിച്ചെടുത്തുന്ന അവന്റെ വാക്കാത് എന്തെങ്കിലും കിടക്കുമല്ലേ. അവനാ ഇങ്ങനെ നടക്കുന്നത് കണ്ടവരെല്ലാം വിട്ടുവയ്ക്കാൻ തള്ളയുടെയും മറ്റവരുടെയും എല്ലാം നടന്നത് കുറെ കേരള കുറെ കേസുണ്ടല്ലോ ഈ തെളിവിന്. ഇത് കള്ളവെപ്പുകളായിട്ട് നടക്കുന്നത്. ഇങ്ങനെ കള്ളവെപ്പുകാരൻ കള്ളത്തരവും കൊണ്ട് നടക്കുന്നത് നമുക്ക് അറിയാം. പലരും കള്ളത്തരം കൊണ്ട് നടക്കില്ല. എന്താ ഇവന്മാർ എന്നെ എന്റെ പുറകിൽ നടക്കുന്നത്? ഇവന്മാരാണ് എന്റെ പുറകിൽ നടക്കാറ്. പ്രധാനമന്ത്രി കോമരാജ്യം അന്ന് SNDP വന്ന് നിൽക്കുന്നവന്മാരൊക്കെ എന്നെ കുറിച്ച് കണ്ടിട്ടാലും എന്റെ പുറകിൽ നടക്കാനും എന്റെ യൂട്യൂബിൽ കയറി കഞ്ഞാനും ഇവന്മാരാരാണ്? കാണാൻ കിടക്കുന്നത് വരെ രോഗം അവിടെ ഇങ്ങനെ എന്റെ കൊണ്ട് നടക്കുന്നത്. തുമ്പി എന്ന് പറയുന്നത് ചെവി ഇടുമ്പോൾ ഇങ്ങനെ നടത്ത് എന്നെ വകവരുത്താൻ ഇപ്പൊ ഇങ്ങനെ അടിക്കുക. എന്നെ വകവരുത്താൻ എന്നെ എങ്ങനെയെങ്കിലും എന്റെ തലക്കടിച്ച് കൊല്ലണം. പുതിയ പുതിയ ടെക്നോളജി വഴി ലേസർ വന്നിട്ടില്ല അടിക്കുക. അങ്ങനെ പല വേദനകളുമായിട്ട് നടക്കാൻ ഇവനൊക്കെ ആരാ? എന്റെ ഇഗ്നോട്ടിങ്ങനെ അടിക്കേ ഇഗ്നോട്ടിങ്ങനെ ഇങ്ങനെ രോഗമാ. ഫോണും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കയറിയവന്മാര്. ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഫോണ് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുണ്ട് ഞാൻ എന്തോ ചെയ്യുന്നതെന്നുള്ളത്. എന്റെ ഓരോ യൂട്യൂബിനകത്തോട്ടും ഈ ക്യാമറ സമയബന്ധത്തിലെ ക്യാമറ 3 എന്റെ ക്യാമറ. അല്ലാതെ ഇത് കറണ്ട് വന്നാലും പോയാലും കണ്ടർത്തൊന്നും പോകില്ല എന്റെ ക്യാമറ. കറണ്ട് ഇന്നലെ 4 പ്രാവശ്യം എന്റെ ക്യാമറ നോക്കി സമയം ഉണ്ടാക്കാൻ നോക്കിയത്. എന്താ കഥ ഉണ്ടാക്കുന്നത്? എന്താ കഥ ഉണ്ടാക്കുക? ഞാൻ അമ്മയുടെ കൂടെ ഇല്ലേ സമയം ഇരിക്കുന്നത്? എന്താ കഥയന്മാരെ ഉണ്ടാക്കുന്നിട്ട് തോന്നിയാത്ത കഥകള്. ഡൽഹിയില് അവരിങ്ങോട്ടല്ല എന്തുവാ 2 മണി 1 മണി കഴിഞ്ഞപ്പോഴാണ് എന്റെ കവലയെ വന്ന് പാതിരാത്രിക്ക് അയച്ചത്. നീക്കറൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്നത് ആ ഓണർ തന്നെ. എന്റെ പേര് ദാഗർ എന്നാണ്. ദാഗർ എന്നാണ് എന്റെ പേര്. അന്നേരം മുക്ക് പറഞ്ഞു പോലീസിനെ വിളിച്ച് പിന്നെ എന്തുവാ മുക്ക് 3 മണി ആയപ്പോഴത്തേക്ക് ഇവിടെ വന്നു കേട്ടോമേ. ഇനി വരണ്ടായോ? എന്നിട്ട് പോലീസുകാരൊന്ന് ഇവനെ പിടിച്ച് എന്നിട്ട് ഇവനെ ഊടിക്കാതിരിക്കുക. ഇവൻ ഫുൾ പനിയാണല്ലോ. നമ്മളൊന്നും ആരും ഊടാൻ പറഞ്ഞില്ല. ഇവനെയാണ് ഊടിക്കൊണ്ടിരുന്നതല്ല. ഏതാ ദാഗർ എന്ന് പറയുന്നവനെ. അവർക്ക് കണ്ടാലറിയാം ആരാ കണ്ടുപിടിക്കുന്നതൊക്കെ. ഞങ്ങളെ ആരും ഒന്നും ഊടിക്കില്ല കേട്ടോമേ. തോന്നിയാസം കാണിച്ച് അവനെയാണ് ഊടിക്കൊണ്ടിരുന്നത്. ഊടിച്ചതെല്ലാം ഒന്നാമതെ ഫുള്ളെ കണ്ടുപിടിച്ചിട്ടാണ് തോന്നിയാസം കാണിച്ചത് ദാഗർ എന്ന് പറയുന്നത്. എന്റെ തെളിവുണ്ട്. എനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്ന് എഴുതി വെച്ചതിന്റെ പേപ്പർ എന്റെ ഇരിപ്പുണ്ട്. അവന്റെ പേര് കംപ്ലൈന്റ് ഇല്ലെന്ന് എഴുതി വാങ്ങിച്ച് അവനെ കിട്ടും. അല്ലെ അവൻ അകത്തന്നല്ല വന്നേനെ പിടിച്ച് വെച്ചോണ്ട് തോന്നിയാസം കാണിച്ചത്. അവൻ പറഞ്ഞല്ലോ ഇതുപോലെ തന്നെ ഞാൻ വീഡിയോ പിടിക്കുന്നു, ഞാൻ ഉറക്കെ സംസാരിക്കുന്നു. അവരൊക്കെ ഡൽഹി പോലീസ് പറഞ്ഞു അവരുടെ ഉറക്കെ സംസാരിക്കുന്നതൊന്നും നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഉറക്കെ പലരും പലരുടെ സൗണ്ടാ. ചിലർ ഉറക്കെ സംസാരിക്കും, ചിലർ പതുക്കെ സംസാരിക്കും. അതൊക്കെ അവരുടെ ഇതാ. പിന്നെ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. റെക്കോർഡ് ഡൽഹി പോലീസിന് അത്രയൊന്നും അധികാരമുള്ള ഒരവന്മാരില്ല, ഒരു പോലീസും ഇല്ല. അവര് പറഞ്ഞു കിട്ടും. എന്നിട്ട് എന്നെ കൊണ്ട് ഇവന്റെ പേര് പരാതി ഇല്ലെന്ന് എഴുതി അല്ലെ ഇതാക്കിയത്. കുറെ എണ്ണം നമ്മൾ പരാതി കൊടുക്കാനായിരുന്നു. അപ്പോഴത്തേന് ഒത്തിരി എണ്ണത്തിലേക്ക് വിളിച്ചു വരുത്തിയില്ല. എത്ര എണ്ണോ വന്നത് പരാതി ഇല്ലെന്ന് ഇതാക്കിക്കാൻ. നല്ല അന്ന് കിടന്നേനെ. അത് കൊണ്ട് മീറ്ററുകളുടെ അടിച്ച് പൊട്ടിച്ച് എന്തോ സൗണ്ടായിരുന്നു. ഇവന്മാർ കുറെ നമ്മുടെ പുറകിൽ നടന്ന് ഇവിടെ ഹരാസ് ചെയ്തതാ ജോലി. ഇവരില്ലെന്ന് പറഞ്ഞത് ഇവന്മാരാരാ എന്റെ പുറകിൽ നടക്കാന്? എന്റെ എന്തുവാ ഡൽഹിയില് താമസിക്കുന്ന വീടിന്റെ എല്ലാം മുന്നിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചിടുക, പിന്നെ പട്ടി ചീട്ടം കൊണ്ടിടുക, അടി കുന്തോട്ടാൻ കൊണ്ടിടുക. എന്റെ ഈ ചെറുപ്പയുടെ എല്ലാം ഇരിപ്പുണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല. എന്റെ ഇരിപ്പുണ്ട് ഇപ്പോഴും തെളിവല്ല. അങ്ങോട്ട് കാണിക്കാൻ ഒക്കുമില്ല. എന്റെ ഫേസ്ബുക്ക് കാണിക്കൊടുത്താൽ മതി. അവരെ എടുക്കട്ടില്ല തെളിവുകൾ പലതും. അമ്മമാരൊക്കെ ആരാണുള്ളത്? ആരാധനക്ക് വന്ന് ഇതുപോലെ എന്റെ വീടിന്റെ മുന്നിൽ എന്റെ മുറിയുടെ മുന്നിൽ വന്ന് കുറെ അമ്മമാരിക്കുക. ഇതെല്ലാം ഉണ്ട് എന്റെ കയ്യിൽ.
നമ്മുടെ ഇതുപോലത്തെ ശല്യമായി ഇവന്മാരെ പോലെ. ഇവന്മാരെന്തോ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് നമ്മളെ കുറെ നിൽക്കുക പറഞ്ഞ് കൊച്ചിനെ പിടിച്ചോണ്ട് നിൽക്കുക. എനിക്ക് കണ്ട കൊച്ചിനൊന്നും ഇല്ല. എനിക്ക് കണ്ട കൊച്ചി ഞാൻ കിടന്ന കൊച്ചുങ്ങളെ കൊണ്ട് വരുന്നുണ്ടോ? പല കൊച്ചുങ്ങളെ ഒന്നും പിടിച്ചോണ്ട് ഇവിടെ ഞാൻ തരുന്നതല്ലേ. എനിക്ക് കൊച്ചുങ്ങളെ നടത്തേണ്ട ഇതൊന്നും രോഗമൊന്നുമില്ല. എനിക്ക് കണ്ടവരുടെ കൊച്ചിനൊന്നും തപ്പിച്ച് അതേ വെക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊരു കൊച്ചൊന്നും മാറിയില്ല. അവർക്ക് 10-20 വയസ്സുണ്ട്. അവരുടെ കാര്യം നോക്കാം, അയാളുടെ കാര്യം നോക്കുക. എനിക്ക് കണ്ടവരെ ഒന്നും കൊച്ചിനെ പിടിച്ച് എന്റെ കൊച്ചാണ് പറഞ്ഞോട്ടോ അല്ലെങ്കിൽ എന്തൊന്നും വെക്കേണ്ട കാര്യമില്ല. വേറെ ജോലിയാണ് ഈ ഇല്ലെങ്കിൽ തന്നെ ധരിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ കണ്ടവരെ കൊച്ചിനെ ഞാൻ പിടിച്ചേക്കേണ്ട കാര്യം എന്തോ? ഏതൊക്കെ കണ്ടവന്മാരെ കണ്ടവന്മാരെ കൊച്ചുങ്ങളെ എനിക്ക് പിടിച്ചേക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് വേറെ പണിയുണ്ട്. ഇന്ന് നടക്കുക നമ്മളെ കൊണ്ട് പറയാൻ കുറെ ഡ്രാമകളുമായിട്ട് കുറെ അമ്മമാരും. നിന്റെ കാര്യം നോക്കണം. ചുമ്മാ നടക്കുക പുറകിന്. എന്റെ ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം വിളിച്ച് നടക്കുക. എന്റെ രോഗമായിട്ട് നടക്കുക. ഈ രോഗമൊക്കെ ഇവന്മാരെടുക്കുന്നത് എന്റെ ഉണ്ട്. ഞാനേ ഇവന്മാർ കാണിക്കട്ടെ കമന്റിൽ ആരെയും ചീത്ത വിളിക്കുന്നോ ഉണ്ടോന്ന്. ഞാനും ഒത്തിരി പേരുടെ വീഡിയോയും ഇതും കാണുന്നുണ്ട്. എനിക്ക് പല രീതിയിലുള്ള വീഡിയോകൾ വരുന്നുണ്ട്. എനിക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാനൊന്നും കാണുന്നില്ല. അത്രേ ഉള്ളൂ കേട്ടോമേ. നിങ്ങളെ എന്തോ കമന്റ് ഇടാനും മറ്റേ ഇടാനും അങ്ങനെ തെറി വിളിക്കാനൊന്നും തെറി വിളിക്കൊന്നും നടന്നിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ എന്തെല്ലാം നടക്കുന്നു അത് പറയുന്നു. ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കുന്നു. ഇവിടെ ഞാനും എന്റെ അമ്മയും കൂടി ഇരിക്കുന്നു. പല പല കഥകളാണ്. എന്റെ 3 ക്യാമറയുണ്ട്. അല്ലാതെ കണ്ടിട്ട് ക്യാമറയില്ല. എന്റെ 3 ക്യാമറ വെച്ച് സഹദേവന്നിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറയാണ്. എന്റെ മുക്കുവിന്റെ കയ്യിലാണ് ഇതിന്റെ മെയിൻ ഇരിക്കുന്നത് കേട്ടോമേ. അല്ലാതെ കണ്ടവരെയൊന്നും കൈ ഞാൻ കൊടുത്തിട്ടില്ല. മുക്കുവിനും എന്റെ കയ്യിലുള്ളൂ ഈ ക്യാമറയുടെ ഇത് ആക്സസ് എന്ന് പറയുന്നത്. രണ്ടുപേർക്കും ഈ ക്യാമറ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കാണുന്നതെന്ന് പറഞ്ഞാൽ അനധികൃതമായി കാണുന്ന ക്രൈമാണ് ചെയ്യുന്നത്. അവന് ഇതിന് അധികാരമില്ല എന്റെ ക്യാമറ കണ്ടോണ്ടിരിക്കാൻ. എന്റെ ക്യാമറ മുക്കുമാണ് അതിന്റെ മെയിൻ ഇത്. മുക്കുവിന്റെ കയ്യിലാണ്. അല്ല കണ്ടവരുടെ കയ്യിലൊന്നുമല്ല. ഞാനും മുക്കും കൂടെ വാങ്ങിച്ച ക്യാമറ ഇതല്ല 3. വേറെ കണ്ടവരൊന്നും വാങ്ങിച്ചതല്ല. സഹദേവമന്ദിരത്തിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എന്റെ വീടാ, എന്റെ പേരിലുള്ള വീടാ. എന്റെ അമ്മേ ഇവിടുന്ന് എന്റെ അമ്മയെ ഇറക്കി വിടുന്ന സ്വഭാവവും സ്വഭാവവും ഒന്നും എനിക്കില്ല. എനിക്ക് അതിന്റെ കാര്യങ്ങളൊന്നുമില്ല. അല്ല ഞാൻ പറയുക ഇവിടെ രമണിയൊക്കെ ഇറക്കിയിട്ട് ഇവിടെ അല്ലെങ്കിൽ കൊല്ലത്തെ ഇവിടെ പട്ടാളവും പോലീസും ഇവിടെ വന്നേനെ. അവരുടെ വീട്ടിൽ ഒരു പട്ടാളവും പോലീസും നിലവിട്ടില്ലല്ലോ. ഇവിടെ രാജമ്മയ്ക്ക് എന്താ അറിയാലോ. അപ്പോഴത്തേനും മെമ്പറൊക്കെ ഇവിടെ വന്നല്ലോ. ഞാൻ ചോദിക്കാം മെമ്പർ വരെ ഇങ്ങെത്തി. നമ്മൾ വിളിച്ചായിരുന്നു മെമ്പറിനെ. എങ്ങനെ ആര് വന്നു ഈ മെമ്പർ? എവിടുന്ന് വന്നു ഈ മെമ്പർ? നമ്മൾ കിറ്റ് വെച്ചിട്ട് അവൾ തന്നില്ല. മെമ്പർ എന്ന് പറയുന്നത് നമ്മള് 500 രൂപ പാർട്ടിക്ക് വേണ്ടി കൊടുത്തായിരുന്നു. എന്നിട്ട് നമ്മുടെ സ്ലിപ്പ് തരാതെ അവിടെ വരുന്നെന്ന് പറഞ്ഞ് പോയി. അവിടെ നമ്മുടെ സ്ലിപ്പ് തന്നില്ല. പുള്ളത്തോട്ട് ഇങ്ങനെ നയിക്കുക. ഇടത് സൈഡിലോട്ടൊക്കെ നയിക്കുക. ഇടത് കണ്ണിന്റെ ഇടത് കണ്ണയിലോട്ടും എല്ലാം കൂടെ കയറി നയിക്കുക. പത്മജനും പുഷ്മജനും ഒക്കെ ഇവനൊക്കെ ആരാ? നമുക്ക് അവരെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല. ഒരു നാളേക്കലും പോകുന്നില്ല. എന്താ ഒരു പാർവതിയുടെ ആവണെ ഇരിക്കേണ്ട കാര്യമില്ല. ഒരാളെ എനിക്ക് ഭർത്താവുണ്ട് മുകേഷ് കുമാർ മുക്കുംപിയർ. അല്ലാതെ കണ്ടവനെയൊന്നും രാജസ്ഥാനി മുക്കുംപിയർ. എനിക്ക് കണ്ടവനെയൊന്നും പിടിക്കേണ്ട കാര്യമില്ല. എന്റെ ക്യാമറ എല്ലാം തെളിവുണ്ട്. എന്റെ ക്യാമറയൊക്കെ അദ്ദേഹത്തിന്റെ കയ്യില്ല, അല്ലാതെ വേറെ ആരുടെയും കയ്യിലല്ല. അപ്പൊ അങ്ങനെ കണ്ടോണ്ടിരിക്കുക ഇവിടെ നടക്കുന്നതൊക്കെ.